ഹേ ഹായ്. അപ്പം ഇന്ന് നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ എനിക്കൊരു പെറ്റ് ഡോഗ് ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊന്നല്ല, കുറേ മുന്നേ ഉള്ള ഒരു വ്ളോഗ് കാണിച്ചായിരുന്നു. അപ്പം അതിനിപ്പം ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിട്ടുള്ളത്. അപ്പം കുറച്ച് നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ബ്രിട്ടോ ആണ്. അപ്പം ബ്രിട്ടോന് മഴക്കാലമാകുമ്പം ഇങ്ങനെ കൂടി വരും. അതായത് ഈർപ്പം തട്ടുന്നതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് വരുന്നത്. അപ്പം അവൻ്റെ കൂട്ടിലേക്ക് ഈർപ്പം മഴക്കാലത്ത് അതായത് ചില്ലടിക്കുന്നത്, അതായത് മഴ തുള്ളികളിങ്ങനെ തെറിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഷീറ്റും കാര്യങ്ങളിലാക്കിയിരുന്നു. പക്ഷേ എത്ര തന്നെ ആക്കിയാലും കൂട്ടിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയായാലും ഈർപ്പടിക്കും. അപ്പോൾ അതിൻ്റെ സ്കിന്നിൽ നനവോടെ നിൽക്കും, എപ്പോഴും സ്കിന്ന് നനവോടെ നിൽക്കും. അപ്പം അങ്ങനെയാണ് ഈ രോഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതായത് ഈ രോഗം എങ്ങനെ മാറ്റാമെന്ന് വെച്ചാൽ, നമുക്ക് മഴക്കാലമാണ്. അപ്പം കൂട് കഴുകിക്കൊണ്ട് നിൽക്കേണ്ടി വരും. പിന്നെ വെച്ചാൽ കൂട് മാക്സിമം ഡ്രൈ ആയിട്ട് വെക്കാൻ നോക്കണം നമ്മൾ. അതായത് ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ അതിൽ പോയി കിടന്ന പട്ടികൾ അങ്ങനെയാണ്. കൂട് കിട്ടിക്കഴിഞ്ഞാൽ ആ കൂട്ടിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയാണ് ചെയ്യുക. ഷാമ്പു ഉപയോഗിക്കണം. നല്ല ഷാമ്പു ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഷാമ്പു ഉപയോഗിക്കണം. അപ്പം ഞാനിപ്പം ഈ വ്ളോഗ് ചെയ്യാനതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഞാൻ അതൊക്കെ വാങ്ങാൻ പോകും. അതായത് അവൻ്റെ കെനൽ വാഷ് തീർന്നു, പിന്നെ ഷാമ്പു തീർന്നു, പിന്നെ ഓയിൽമെൻ്റ് ഉണ്ട്. അതായത് ഈ ഇൻഫെക്ഷൻ ആയ സ്ഥലത്ത്, അതായത് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന പാർട്ടിൽ, അതായത് കുറച്ച് ചെറിയ ബോഡി പാർട്ടിലൊക്കെ നമ്മൾ ആ ഓയിൽമെൻറ്റാണ് തേച്ച് കൊടുക്കുക. അപ്പോൾ ഓയിൽമെൻറ്റ് കിസ്കിൻ എന്ന് പറഞ്ഞൊരു ഓയിൽമെൻറ്റാണ്. അപ്പം അത് തേച്ചാൽ തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, അതായത് എത്ര തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളുണ്ടോ അതൊക്കെ മാറും. പക്ഷേ ഈ മഴ പെയ്യുന്നതിനോട് ഇതായിട്ട് പിന്നെ വലിയ രീതിക്കുള്ള മാറ്റവും കാണില്ല. അപ്പോൾ മെയിനായിട്ട് ഈ വെള്ളം അതിൻ്റെ ശരീരത്തിൽ എങ്ങനെ കൊള്ളുന്നു, അതായത് ഈ രോമം കൂടുതലുള്ള ബ്രിട്ടോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്പിറ്റ്സിൻ്റെ ഒരു ഇതിലാണ് വരുന്നത്, ഗണത്തിലാണ് വരുന്നത്. അപ്പം ഈ രോമം കൂടുതലുള്ള പട്ടികൾക്ക് ഇതിൻ്റെ രോമത്തിൽ അല്ലെങ്കിൽ രോമത്തിൽ നിന്ന്, അതായത് പുറത്തേക്ക് ഉണങ്ങിയിട്ടൊന്നും പോവില്ല. അപ്പോൾ ഇത് ഡ്രൈ ആവാൻ കുറേ സമയമെടുക്കും. സാധാരണ നാടൻ പട്ടികൾക്കൊന്നും ഇങ്ങനത്തെ പ്രശ്നമില്ല. അതായത് കുറച്ച് രോമമുള്ള പട്ടികൾക്കൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഈ രോമമുള്ള ബ്രീഡുകൾക്കാണ് ഈ പ്രശ്നം വരിക. കാരണം എന്ന് വെച്ചാൽ അവരെ രോമത്തിൽ നിന്ന് വെള്ളം വേഗമൊന്നും ഉണങ്ങിപ്പോകില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും രോമമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം കിടക്കും. അപ്പോൾ നമ്മൾ തുടച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഉണങ്ങൂല. പിന്നെ നമ്മൾ ഫാനൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫാനൊക്കെ ഉപയോഗിച്ച് ഇതാക്കേണ്ടി വരും. കുറച്ച് മുന്നേ വിചാരിച്ചാണ് പിന്നെ മുറിവൊക്കെ ഉണങ്ങി വന്ന് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ നോക്കാം എന്ന് വിചാരിച്ചതാണ്. അതായത് നിങ്ങൾ പട്ടീനെ വാങ്ങുന്നുണ്ടെങ്കിൽ നോക്കാൻ പ്രോപ്പറായിട്ട് ഒരാൾ ഉണ്ടായിരിക്കണം വീട്ടിൽ. സോ ഇങ്ങനെ കുറേ അസുഖങ്ങൾ, അതായത് പട്ടീന്ന് പറഞ്ഞാൽ വേഗം അസുഖം പിടിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളൊരു ബ്രീഡിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചില ഡോഗ്സിന് അസുഖം വന്നുകൊണ്ടേയിരിക്കും, ചിലത് അതിന് ജെനറ്റിക്കലി ഉണ്ടാവും. അപ്പം ബ്രിട്ടോനെ തന്നെ എല്ലാ മഴക്കാലത്തും അടുപ്പിച്ചിപ്പോൾ അസുഖം വന്നുകൊണ്ടിരിക്കുക. ആ സെയിം അസുഖമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കുറേ രീതിയിൽ ഞാൻ എങ്ങനെയൊക്കെ എന്നെ കൊണ്ടാവുന്നോ അങ്ങനെയൊക്കെ ഞാൻ അതിനെ ട്രീറ്റ് ചെയ്തതാണ്. അതായത് കൊണ്ടാവാത്ത ഹോസ്പിറ്റലില്ല. പക്ഷേ ഒരു ടൈമിൽ അത് ശരിയാവും. പക്ഷെ മഴക്കാലം തുടങ്ങിയോ അപ്പം വീണ്ടും റീസ്റ്റാർട്ടാവും. അപ്പം മെയിനായിട്ട് ഈർപ്പം തട്ടുന്നതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് വരുന്നത്. പിന്നെ ഈ രോഗം എന്ന് വെച്ചാൽ ജെനറ്റിക്കലി വരാമെന്ന് തോന്നുന്നു, അറിയില്ല. ബ്രിട്ടോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ബ്രിട്ടോ എൻ്റെ അതായത് ഞാൻ വാങ്ങിയിട്ട് ബ്രിട്ടോനെ 9 കൊല്ലം കഴിഞ്ഞു. 9 കൊല്ലം കഴിഞ്ഞ് വെച്ചാൽ ബ്രിട്ടോന് ഇപ്പോൾ 9 വയസ്സ്. അതായത് ഞാൻ +1 സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ബ്രിട്ടോനെ വാങ്ങുന്നതും. അതായത് ഞാൻ ചെറിയ കുഞ്ഞ് 45 ദിവസം ഉണ്ടാകുമ്പം എടുത്തതാണ്. സോ ഒരു പെറ്റ് ഷോപ്പിൽ നിന്നാണ് ബ്രിട്ടോനെ വാങ്ങിച്ചത്. അപ്പം അന്ന് ബ്രിട്ടോ ചെറിയ കുഞ്ഞായിരുന്നു. ഇപ്പം 9 വയസ്സായി. ഇപ്പം വലിയ ഒരു സ്പിറ്റ്സിൻ്റെ സൈസായി. പൊമേരിയൻ അതിൻ്റെ ഒരു സൈസല്ല, ഇത് ഇന്ത്യൻ സ്പിറ്റ്സാണ്. അതപ്പം അതിൻ്റെ ഒരു സൈസാണ്. അതായത് ഇത്ര ഇവിടുന്ന് നോക്കിയത് ഇത്ര ഒരു നീളമുണ്ടാവും ബ്രിട്ടോന്, ഈ ഏകദേശം ഒരു നീളമുണ്ടാവും. അപ്പം +1 നമുക്ക് 3 മാസം മറ്റും അവധി കിട്ടും. അപ്പം പിന്നെ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പട്ടികളെ വാങ്ങണം, പട്ടികളെ വളർത്തണം, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ആശയുണ്ടായിരുന്നു. പക്ഷേ എന്നെ വീട്ടിൽ വിടില്ല. അപ്പോൾ
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാനിങ്ങനെ കുറേ ആഗ്രഹിച്ച് വാങ്ങിയൊരു പട്ടിയായിരുന്നു ബ്രിട്ടോ. അപ്പം ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയം. അപ്പം പട്ടീനെ വാങ്ങണം, എന്തായാലും വാങ്ങിയേ പറ്റൂ. എനിക്കിങ്ങനെ ഞാൻ കുറേ ഫോട്ടോകളിങ്ങനെ സേവ് ചെയ്ത് വെക്കും. ഇവിടെ പൊമേരിയനെ കാണുന്നു. അതായത് എനിക്ക് അന്ന് പൊമേരിയൻ എന്ന ബ്രീഡ് അല്ലെങ്കിൽ സ്പിറ്റ്സ് എന്ന ബ്രീഡ് എന്ന് പറഞ്ഞാൽ പ്രാന്തായിരുന്നു. അപ്പോൾ എവിടെയൊക്കെ ഞാൻ പൊമേരിയനെ കാണുന്നു അവിടെ നിന്നൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിൻ്റെ ഫോട്ടോ സേവ് ചെയ്ത് വെക്കും. അങ്ങനെ കഴിഞ്ഞു. ഒരു ദിവസം നമ്മൾ പണ്ട് പ്രാവിനൊക്കെ വളർത്തിയിരുന്നില്ലേ, അപ്പം അവിടെ നമ്മൾ പ്രാവിനെ വാങ്ങുന്ന ഒരു പെറ്റ് ഷോപ്പുണ്ട്, പെറ്റ് പാലസ് എന്ന് പറഞ്ഞാൽ ചെറുത്തൂരിലെ. അപ്പം അവിടെ ഞാനിങ്ങനെ ചോദിച്ചു നോക്കും, സ്പിറ്റ്സ് ഉണ്ടോ, സ്പിറ്റ്സ് അതായത് പൊമേരിയൻ. അന്ന് നമ്മൾ ഇപ്പോഴാണ് എനിക്ക് സ്പിറ്റ്സ് എന്ന് പറഞ്ഞ പേര് ഞാൻ ഇപ്പോൾ തിരഞ്ഞുകൊണ്ട് ഇപ്പം ഈ അടുത്ത് എനിക്ക് കിട്ടിയതാണ്. അതായത് ഈ ഒരു കുറച്ച് കാലമായിട്ട് ഞാൻ സ്പിറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ പോമറേനിയൻ അങ്ങനെയൊക്കെയാണ് പറയുക. സോ അപ്പം പോമറേനിയൻ അവിടെയുണ്ട്. ഞാനപ്പോൾ ചോദിച്ചപ്പോൾ അവിടെയുണ്ട്. അപ്പം ഞാൻ പോയി ജസ്റ്റ് കണ്ടു. അപ്പോൾ എനിക്ക് അപ്പം തന്നെ എടുക്കണം എന്നില്ല, ഭയങ്കര ഇതായി. അങ്ങനെയാണ് ഞാൻ ആ പട്ടീനെ എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും വീട്ടിൽ കൊണ്ടുവന്നാടും അമ്മ വീട്ടിൽ കയറ്റിയില്ല എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞു എന്നെ ഇതിന് ഇവിടെ വളർത്താൻ പറ്റില്ല, എവിടെയും കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. അതായത് പൊതുവേ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ആയിരിക്കും, പട്ടീനെ വാങ്ങുമ്പോൾ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക. സോ അങ്ങനെയാണ്. അപ്പം എൻ്റെ ഒരു വാശിയിലായിരുന്നു ഞാൻ ആ പട്ടീനെ വളർത്തിയിരുന്നത്. അപ്പം ഇപ്പം അതൊന്നുമില്ല. അതായത് ആ തുടക്കത്തിലുണ്ടാകുന്ന സംഭവമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ബ്രിട്ടോ അങ്ങനെ അവിടെ നമ്മൾ കൂടൊക്കെ ആക്കി കൊടുത്തു. പിന്നെ അങ്ങനെ ബ്രിട്ടോ നമ്മളെ സ്വന്തമായി, അതായത് വീട്ടിൽ തന്നെ. അപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ബ്രിട്ടോ എൻ്റെ കൂടെയുണ്ട്. സോ ഞാനാണ് അതിന് ബ്രിട്ടോ എന്ന് പേര് ഇട്ടത്, എല്ലാം ഞാനാണ്. സോ അതായത് ഇപ്പം കുളിപ്പിക്കുന്നതായാലും എല്ലാ കാര്യങ്ങളും ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം അതിനൊരു ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ രോഗം, അതായത് ഇവന് ചെറുതിലൊന്നും ഇത് ഉണ്ടായിരുന്നില്ല. കുറച്ച് വലുതായി കഴിഞ്ഞ് പിന്നെയാണ് ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ടൈമിലത് മാറും, പക്ഷേ ഒരു ടൈമിലത് വന്നുകൊണ്ടിരിക്കും. എങ്ങനെ മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. കുറേ ഡോക്ടർമാരെ കാണിച്ചു, പക്ഷേ പോകുന്നുണ്ടെങ്കിലും പക്ഷേ വരുന്നുണ്ട്. അതെന്താണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചത്. സോ അങ്ങനെയാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രിട്ടോനെ വാക്കിങ്ങിനും കാര്യങ്ങളിലും കൊണ്ടുപോകുന്നുണ്ട്. എപ്പോഴും കൂട്ടിലിടേണ്ട, അതായത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കാറുണ്ട്, കൂട്ടിലിടാറുണ്ട്. ശരിക്കും വെച്ചാൽ പട്ടികളെ കൂട്ടിലിട്ട് വളർത്താൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ ഇവിടെ പിന്നെ പട്ടികളെ പുറത്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മതിൽ കെട്ട്, അതായത് അതിൽ അപ്പുറത്ത് അങ്ങോട്ട് വേറെ ഞാനും ആരുഷും ചെക്കനൊക്കെ പാറ ഗ്രൗണ്ട് കളിക്കാൻ വരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ വഴിയുണ്ട് അവിടെ വീട്ടിൻ്റെ പുറത്തെ, അതായത് അവിടെ ഗേറ്റില്ല. സോ അതിൽ ചെക്കൻ ഇറങ്ങി ഓടും. അങ്ങനെ 2 തവണ മിസ്സായിട്ടുണ്ട് നമ്മളെ കയ്യിൽ നിന്ന്. ഒരിക്കൽ ഇവിടെ തോട്ടങ്കരി ഹൈവേയിൽ നിന്ന്, അതുപോലെ തന്നെ കുറേ അങ്ങ് ദൂരമൊക്കെ പോയിരുന്നു. സോ അങ്ങനെ ഒരു ദിവസം അവൻ കുടുങ്ങിയിരുന്നു. അതായത് ഒരു കാട്ടിൽ നമ്മൾ കാണുന്നില്ല പറഞ്ഞു, ഫസ്റ്റ് കാണാതായ സമയം. അതായത് ഇവൻ കൂട്ടുന്ന ഇളകിപ്പോയി. അമ്മ അന്ന് ചോറ് കൊടുക്കാൻ നിന്നപ്പം കൂട് ചെറുതായി തുറന്നു. അപ്പോൾ പുള്ളിക്കാരൻ കൂട് തട്ടി സ്ഥലം വിട്ടു. അപ്പം അവൻ ചെയിനോടെ ആയിരുന്നു പോയിരുന്നത്. ചെയിൻ അവൻ്റെ കഴുത്തിലിട്ടായിരുന്നു, പക്ഷെ ചെയിനോടെ അവൻ പോയി. അവനറിയില്ല, ഫസ്റ്റായിട്ട് പുറത്തിറങ്ങുന്നൊരു സമയം. അപ്പം അവൻ പോയി നേരെ കാട്ടിലൊക്കെ പോയി, എവിടെയൊക്കെ പോയിന്ന് അറിയില്ല. പിന്നെ വയ്യെ പോയി കഴിഞ്ഞാൽ ഓടും, എങ്ങനെ നിൽക്കില്ല. സോ അവൻ അങ്ങനെ ഏതൊരു കാട്ടിൽ കുടുങ്ങി നിന്നു ഒരു ദിവസം. അപ്പം നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച. അപ്പം എന്നിട്ട് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ബ്രിട്ടോനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഞാൻ പോകുമ്പോഴത്തേക്ക് ഒരു കാട്ടിലിങ്ങനെ കുടുങ്ങിയിരിക്കുക ആശാൻ. അതായത് ഫുഡൊന്നും കിട്ടാണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ആ കാട്ടിൽ കുടുങ്ങിയിട്ട് ഇവൻ കരയാൻ തുടങ്ങിയിട്ട് അന്ന് രാത്രി അവിടെ പരിസര പ്രദേശങ്ങളിലെ വീട്ടിലത്തെ അവരൊക്കെ പറഞ്ഞു. അതായത് നമ്മൾ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തു, അവർ അതിന് റിപ്ലൈ ചെയ്യുകയും ചെയ്തു. സോ നമ്മൾ രാവിലെയല്ല, ഒരു സന്ധ്യ ആയവടും ആണ് ഞാൻ കാണുന്നത്. അന്ന് ഞാൻ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം സന്ധ്യ ആയവടും നമ്മളിതിന് തപ്പിപ്പോയി. ഏകദേശം രാത്രി ആവുന്ന സമയത്തിനുള്ളിൽ നമുക്ക്
അതായത് കാട്ടിൻ്റെ കുറച്ച് ചെറിയൊരു കട, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ബ്രിട്ടോനെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ബ്രിട്ടോനെ കൂട്ടിക്കൊണ്ടുവന്നു. അവിടുന്ന് കുളിപ്പിക്കുകയും ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്തു. അന്ന് ഭയങ്കര ഫുഡ് തീറ്റയായിട്ടുണ്ടായിരുന്നത്. ഇപ്പം കുറവൊന്നുമില്ല, ഇപ്പം എന്ത് ഫുഡ് കൊടുത്താലും തിന്നും. പക്ഷെ നമ്മളങ്ങനെ കണ്ണി കണ്ട ഫുഡൊന്നും കൊടുക്കാറില്ലെങ്കിലും അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ് ആശാൻ. അതായത് തക്കം കിട്ടിക്കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൽ നിൽക്കില്ല, അങ്ങനെയാണ്. അപ്പം ബ്രിട്ടോ ആയിട്ടുള്ള വ്ളോഗും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പം എന്തുകൊണ്ട് വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന് വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷനാണ്. ഇനി നമ്മൾ ചിലപ്പം ഡോക്ടറെ കാണിക്കും, അല്ലെങ്കിൽ നമുക്ക് തന്നെ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ തന്നെ മാറ്റും. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്കിനി അതിന് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ രണ്ടാമതും മിസ്സിങ് ആയിരുന്നു. രണ്ടാമതും ഇതുപോലെ കയർന്ന് ഊരിപ്പോയായിരുന്നു. അപ്പം ഇവൻ പോയ സ്ഥലം എന്ന് വെച്ചാൽ ഹൈവേ അപ്പുറമാണ്. ഇവിടുന്ന് 1-2 കിലോമീറ്ററിൻ്റെ ഹൈവേയിലേക്ക്, തോട്ടം ഗേറ്റിൽ നിന്ന് അപ്പുറമാണ് ഇവൻ പോയിരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഏതോ ഒരു ഗ്രൂപ്പിൽ, അതായത് ഒരു വീട്ടിൽ ചെന്ന് ഇവൻ കയറി. അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നോക്കി, എങ്ങനെയും പോകുന്നില്ല. നമ്മളെ വിടാമെന്ന് വിചാരിച്ച് കയറിയതായിരിക്കും, എങ്ങനെയും പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഫോട്ടോ എടുത്ത് നമ്മുടെ നാട്ടിലുള്ള വേറെ, അതായത് തോട്ടം ഗേറ്റ് ഇവർക്കൊരു ഗ്രൂപ്പുണ്ട്, എല്ലാവരും ഇല്ല തോട്ടം ഗേറ്റ്, നമ്മൾ പിലിക്കോട് വേറെ ഗ്രൂപ്പും കാര്യങ്ങളും വേറെ സ്ഥലമാണ്. അപ്പോൾ അവർ ആ ഗ്രൂപ്പിലിട്ടു. സോ ഞാനിതറിയില്ല. ഞാൻ ജിമ്മിന് പോയിട്ട് വരുമ്പോൾ അവിടെ തോട്ടം ഗേറ്റൊരു ഷോപ്പുണ്ട്. അതായത് ഞാൻ എപ്പോഴും സാധനം വാങ്ങുന്ന അവിടുന്ന്. അപ്പം അവിടുന്ന് ഞാൻ സാധനം വാങ്ങുന്നത് തന്നെ അവർ വെറുതെ ചോദിച്ചു, വീട്ടിലെ നായേറ്റം പോയിട്ടുണ്ടോ, ഇങ്ങനെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതായത് അവർക്ക് ആ ഫോട്ടോ കണ്ടിട്ട് അവരിങ്ങനെ ചോദിച്ചതാണ് വെറുതെ. സോ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പോയിട്ടുണ്ട്. സോ അവരങ്ങനെ ഫോട്ടോ കാണിക്കും. അപ്പം നമ്മളെ ബ്രിട്ടോ തന്നെയാണത്. അപ്പം നമ്മൾ അതിനെയും പിടിക്കാൻ പോയി. അതായത് ആ സാധനം വാങ്ങുന്ന സമയത്ത് തന്നെ രാത്രി നമ്മളതിനെ നോക്കാൻ പോയി, ആ വീട്ടിലുണ്ടോയെന്ന്. പക്ഷേ ആ വീട്ടുകാർ പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് അന്ന് രാവിലെ തന്നെ ഇത് പോയിരുന്നു. പക്ഷേ എങ്ങനെയും രാവിലെ തന്നെ ഉച്ചയാകുമ്പോൾ അത് പോയിരുന്നു. പക്ഷേ എങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാനായില്ല, എവിടെ പോയി എങ്ങനെ പോയെന്ന് അറിയില്ല. എന്നിട്ട് നമ്മൾ ഒരു ദിവസം അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പം ഒരു ദിവസം രാവിലെ ഞാൻ ഓടാനാ മറ്റോ അല്ലേ സൈക്കിൾ എടുക്കാനോ എന്തോ ആവശ്യത്തിനാ മറ്റും പുറത്തേക്ക് ഇറങ്ങിയപ്പം ആശാനുണ്ട് വാതിലിന് തൊട്ടവിടെ കിടക്കുന്നത്. അപ്പം പെട്ടെന്ന് എന്നെ കണ്ടപ്പം തന്നെ പുള്ളിക്കാരൻ എണീച്ചിരുന്നു. ഭയങ്കര എന്താ പറയുക, അതായത് ഈ പട്ടിക്കൊരു നമ്മൾ എവിടെയെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പട്ടിയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് ഭയങ്കരമായിട്ട് തുള്ളിച്ചാടും, ഭയങ്കരമായിട്ട് ഇങ്ങനെ മറിയൊക്കെ ചെയ്യും. സോ അങ്ങനെയൊക്കെ മറിഞ്ഞ് നിന്നായിരുന്നു. സോ അങ്ങനെയാണ് കാര്യം. അപ്പം ബ്രിട്ടോൻ്റെ കാര്യം പറയുമ്പോൾ ഈ കാര്യം കൂടെ ഇവിടെ പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ബ്രിട്ടോൻ്റെ ഒരു കാര്യം. അങ്ങനെയാണ് ബ്രിട്ടോ എൻ്റെ ലൈഫിലേക്ക് വരുന്നതും പിന്നെ എൻ്റെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പം പണ്ട് തൊട്ടേ ബ്രിട്ടോന, അതായത് ഇപ്പം ഈ കാല് മുറിഞ്ഞേ പിന്നെ അമ്മയാണ് നോക്കാറ്. അതിന് മുന്നെയാണ് ഫുള്ള് ഞാൻ തന്നെയാണ് നോക്കല്. അതായത് ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും, അതായത് ഞാൻ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് ആശാൻ്റെ ഫുൾ കാര്യം നോക്കുക. അപ്പം നടക്കാൻ പോകണം, അതായത് ഒരു സ്ഥലത്ത് നിൽക്കില്ല. നമ്മളെ വീട്ടിൽ ആരൊക്കെ വന്നോ അവരൊക്കെ നോക്കി കുരയ്ക്കുകയും ചെയ്യും. പിന്നെ അവർ വീട്ടിൽ കയറിയിരുന്നാൽ കുര നിർത്തും, പിന്നെ അവർ പോകുമ്പോഴായിരിക്കും കുറക്കൽ. ഇതാണ് ബ്രിട്ടോൻ്റെ ഒരു ശൈലി. അപ്പം ഫംഗൽ ഇൻഫെക്ഷൻ വന്നാലും രോമുള്ള സമയത്തൊക്കെ ആളെ കാണാൻ ഭയങ്കര പഞ്ചപാവത്തിനെ പോലെ. അതായത് നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ ബന്ധുക്കളെയും മാത്രമേ അടുപ്പിക്കുള്ളൂ. കടിക്കുകയും ചെയ്യില്ല, എന്നാലും കുറച്ച് പേടിപ്പിക്കും. അങ്ങനെയാണ് സംഭവം. സോ അങ്ങനെയാണ് ബ്രിട്ടോൻ്റെ ഒരു കഥ. നമ്മളിന്ന് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പയ്യന്നൂരാണ് പോകുന്നത്. അത് പയ്യന്നൂർ ഷേണായിസ് മെഡിക്കൽ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പം അവിടെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, അതായത് ഡോഗ്സിന് വെറ്റിനറി അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇല്ലെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുത്തരും. അപ്പം നമ്മൾ നേരെ ആ ഷോപ്പിലേക്ക് പോവുകയാണ്. സോ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സോ അതിന് മുന്നേ ഇപ്പം പോകുന്ന വഴിയിൽ എവിടെ നിന്ന് നിർത്തേണ്ടി വന്നാലും അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. സോ നമുക്ക് ഷാമ്പുവും ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വരാം. ഓക്കെ. സോ ഗൈസ്, അപ്പം ഇത് 3 സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത്. ഇത് കെയർ ബ്രഷ്, ഷാമ്പു, കെനൽ വാഷ്, പിന്നെ ഇത്. സോ നമുക്ക് നേരെ പാക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകും.
സോ നമ്മൾ ഇതാണ് സാധനം, നമ്മളിത് വാങ്ങിയിട്ടുണ്ട്. സോ അപ്പം നമ്മളുള്ള വെച്ചാൽ പയ്യന്നൂരാണ്. സോ ഗൈസ് അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് നേരെ വീട്ടിലെത്തി. സോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊപ്പം വ്ളോഗ് ഞാൻ എടുത്തില്ല. അപ്പം നമ്മൾ ബ്രിട്ടോന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി കാണിച്ചു വ്ളോഗിൽ, എന്നാലും ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം മൈക്ക് നമുക്ക് ജസ്റ്റ് ഇവിടെ പിൻ ചെയ്യാതിരിക്കും നല്ലത്. സോ 3 സാധനങ്ങളാണ് ഞാൻ അവന് വേണ്ടി വാങ്ങിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ വെച്ചാൽ ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കാം. അതിൽ ഒന്നാമത്തെ വെച്ചാൽ കെന്നൽ വാഷ്. കെന്നൽ വാഷ് പറഞ്ഞാൽ നമുക്ക് കൂടൊക്കെ കഴുകാനും അത്യാവശ്യം കൂടൊക്കെ ക്ലീൻ ചെയ്യാനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഡോഗിൻ്റെ കെന്നൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷാമ്പു പോലത്തെ ഒരു സംഭവം. അതായത് നമ്മൾ ലൈസോൾ അങ്ങനത്തെ സംഭവമില്ലേ, അതായത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിലം തുടക്കാനാണ് ഈ ലൈസോൾ സംഭവം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കെന്നൽ വാഷ് പറഞ്ഞാൽ ഡോഗിന് വേണ്ടിയിട്ട്, ഡോഗിൻ്റെ കൂടും അതെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം. ഇത് നമ്മൾ ഒരു മൂടിയാണ് എടുക്കുക. ഇതെൻ്റെ ഉണ്ടായതാണ്, ഞാൻ ഇതന്നെ യൂസ് ചെയ്തുകൊണ്ട് വന്ന അവന് യൂസ് ചെയ്യൽ ഇതാണ്. അപ്പം ഇതൊരു മൂടിയാണ് എടുക്കാറ്. അപ്പം 5 ലിറ്റർ വെള്ളത്തിൽ ഒരു മൂടി എന്ന തോതിലാണ് ഇതെടുക്കാതെ. ഇത് 500 ml ആണ് ഉള്ളത്. സോ ഇതിൻ്റെ റേറ്റ് 170 ആണ് വരുന്നത്. ഓക്കെ, സോ അടുത്ത സംഭവം എന്ന് വെച്ചാൽ കെയർബെസ്റ്റിൻ്റെ ഷാമ്പു ആണ്. സോ ഈ ഷാമ്പു അത്യാവശ്യം നല്ല പൈസ കൂടുതലാണ്. അപ്പം ഇതിന്ന് ഉപയോഗിക്കുന്നത് വെച്ചാൽ എന്താ വെച്ചാൽ ആൻറ്റി ഫംഗൽ ഷാമ്പു ആണ്. ഷാമ്പു ഡോഗ്സിന്, ഇത് കാറ്റിന് യൂസ് ചെയ്യാം. അപ്പം ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റിസെപ്റ്റിക് ഷാമ്പു ആണ്. ഇതിൽ അലോവേര, ഒലീവ് ഓയിൽ, പിന്നെ കണ്ടീഷണറാണ്. അതായത് കണ്ടീഷണർ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട് ഇതിൽ. അതെന്ന് വെച്ചാൽ നമ്മളെ ഡോഗിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഇത് കുളിപ്പിക്കുമ്പം ഒരു 10 മിനിറ്റ് തേച്ച് വെക്കണം, എന്നാലേ ഇതിൻ്റെ യൂസ് കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഇത് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ, അതായത് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ ഡോക്ടേഴ്സ്, അതായത് വെറ്റിനറി സർജനൊക്കെ യൂസ് ചെയ്യാൻ പറയൽ ഇതാണ്. അതായത് എന്നോട് പറഞ്ഞിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അതായത് മുന്നേ യൂസ് ചെയ്തുകൊണ്ടുണ്ട്. ഇതന്നെ ഇപ്പം നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ഇതാ. ഇടയ്ക്ക് മാറ്റാറുണ്ടെങ്കിൽ അധികം യൂസ് ചെയ്യുന്ന ഈ ഷാമ്പു ആണ്. അപ്പം ഈ ഒരു ഷാമ്പു എന്ന് വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പം അങ്ങനെ ഇത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് കിസ്കിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ലോഷനാണ് ഞാൻ വാങ്ങിയത്. ഓയിൽമെൻറ്റും ഉണ്ട്, ലോഷനും ഉണ്ട്. ഓയിൽമെൻറ്റ് വാങ്ങിയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ പുരട്ടാൻ പറ്റുള്ളൂ. അപ്പം ലോഷൻ വാങ്ങിയാൽ അത്യാവശ്യം നമുക്ക് എല്ലാ സൈഡിലേക്കും ഇങ്ങനെ നല്ല വൃത്തിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ലോഷൻ ഞാൻ വാങ്ങിയത്. അപ്പോൾ ഓയിൽമെൻറ്റ് ഞാൻ ഓൾറെഡി മുന്നേ വാങ്ങിയതാണ്. അതായത് അവന് ഫസ്റ്റ് ഫംഗൽ ഇൻഫെക്ഷൻ്റെ എല്ലാം വരുമ്പോൾ ഞാൻ ഓൾറെഡി ഓയിൽമെൻറ്റ് വാങ്ങി യൂസ് ചെയ്തതാണ്. പക്ഷെ ഓയിൽമെൻറ്റിൽ കാര്യമില്ല. ഇത് ലോഷൻ കുറച്ച് ലൂസായ ഒരു ടൈപ്പ് വരുമ്പോൾ ഓയിൽമെൻറ്റ് കുറച്ച് കട്ടിയല്ലേ. അപ്പം ലോഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ലൂസായിട്ടൊക്കെ വരുമ്പോൾ എല്ലായിടത്തും എത്തും. അതായത് കുറച്ച് എടുത്താൽ തന്നെ അത്യാവശ്യം എല്ലായിടത്തും ബോഡിയിൽ ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. സോ അങ്ങനെ 3 സാധനങ്ങളാണ് ഞാൻ അവന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. അതായത് നമ്മളെ കെന്നൽ വാഷ്, കെയർബെസ്റ്റ് ഷാമ്പു, പിന്നെ ഈ കിസ്കിൻ്റെ ലോഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവനിനി യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങൾ മാറ്റണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം മഴ സമയം ആവുന്നതുകൊണ്ട് തന്നെ ഡോഗ്സിൻ്റെ രോഗങ്ങളും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് മഴ സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മനുഷ്യന്മാർക്ക് വരുന്ന പോലെ തന്നെ ഡോഗ്സിനും അസുഖങ്ങൾ വരും. അപ്പം അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ സാധനം വാങ്ങിയിട്ടുള്ളത്. ഇനി ഇതിൽ മാറുന്നില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കേണ്ടി വരും. സോ ഞാൻ ഡോക്ടറെ മുന്നേ കാണിച്ചായിരുന്നു. സെയിം അവസ്ഥ ഉണ്ടായ സമയത്ത് തന്നെ മുന്നേ കാണിച്ചായിരുന്നു. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് മാറ്റിയതാണ്. പക്ഷെ പിന്നെയും വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടിലേക്ക് വെള്ളം വരുന്നതുകൊണ്ട്, അതായത് ചില്ലടിക്കുന്നതുകൊണ്ട്, അതായത് ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ കൂട്ടിൻ്റെ ഉള്ളിൽ ആവുകയും അത് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇവൻ്റെ കൂടെന്ന് വെച്ചാൽ ടൈലാണ് കൂട്, ഇരുമ്പിൻ്റെ ടൈലിട്ട കൂടാണ്. അപ്പോൾ ഈ ടൈലിൽ നിന്ന് വെള്ളം ഉണങ്ങാൻ കുറേ സമയം എടുക്കും. അപ്പം വെള്ളം ഉണങ്ങാൻ കുറേ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കാലിൻ്റെ അടിയിലാവും. അപ്പോൾ അതിങ്ങനെ കാലിൻ്റെ അടിയിൽ ഇവൻ്റെ എന്തെങ്കിലും കാലിൻ്റെ അടിയിൽ ചളിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ
ഇവൻ കൂട്ടിൻ്റെ ഉള്ളിൽ ഫുള്ള് ആ വെള്ളത്തിൽ കാലൊരച്ചിട്ട് ചളിയാവും, ടൈലിൽ ചളിയാവും. അപ്പം ഇവൻ അതിൽ പോയിട്ട് കിടന്നു കഴിഞ്ഞാൽ എന്തായാലും അതിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ 100% ചാൻസ് കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ അമ്മ മേടിച്ചു. പിന്നെ കുറച്ച് ലേറ്റായി ഞാൻ വീട്ടിലെത്തുമ്പോൾ. അതെന്ത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു വന്നിട്ട്. അപ്പം അവരടുത്ത് ഒന്ന് ജസ്റ്റ് ചായലും കുടിച്ചിരുന്നതാണ്. സോ അവരെപ്പോലുള്ള വ്ളോഗ് എടുത്തിട്ടില്ല. സോ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിത് അതായത് എൻ്റെ കാൽമുട്ടിൻ്റെ ഇത് കുറച്ചൊക്കെ ശരിയായി, ഫുള്ള് ശരിയായിട്ട് ഇതെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങണം. സോ യൂസ് ചെയ്തിട്ട് ഞാൻ അവനെ വ്ളോഗിൽ കൊണ്ടുവരും, കാണിക്കും നിങ്ങൾക്കെല്ലാം ഓക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ. സോ അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബാക്കി എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. സോ ഇതൊക്കെ ഞാൻ വാങ്ങിയത് വെച്ചാൽ പയ്യന്നൂർ ഷേണായിസ് എന്ന് പറഞ്ഞൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. അതായത് അത്യാവശ്യം വെറ്റിനറി സാധനങ്ങളെല്ലാം അവിടെ നിന്നാണ് ഞാൻ വാങ്ങിക്കാറ്. പിന്നെ അവിടെ എല്ലാം കിട്ടുകയും ചെയ്യും. എന്തെങ്കിലും കിട്ടില്ലെങ്കിൽ എത്തിച്ചു തരുകയും ചെയ്യും അവർ. അത്യാവശ്യം എല്ലാം കിട്ടുന്ന ഒരു മെഡിക്കൽ ഷോപ്പ് തന്നെയാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ നേരത്തെ ലൈസോളിൻ്റെ കാര്യം പറഞ്ഞ പോലെ ലൈസോള്, ഡെറ്റോള് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിലം തുടക്കാനും അതായത് ബാത്റൂം കഴുകാനും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഡോഗ്സിൻ്റെ കൂട്ടിൽ ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്താൽ ഭയങ്കരമായിട്ട് സ്കിന്നിന് ഭയങ്കര അലർജിയും കാര്യങ്ങളും ഉണ്ടാവും. ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ എവിടെയും പോകണ്ട. സോ അങ്ങനെയാണ്. അപ്പം നിങ്ങളെ വീട്ടിൽ ഉള്ളിൽ വളർത്തുന്ന ഡോഗ്സ് ആണെങ്കിൽ ഉള്ളിൽ വളർത്തുമ്പം അത് കിടക്കുന്ന സ്ഥലങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ കെന്നൽ വാഷിന് ഉപയോഗിക്കുക. ഇത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്ര വലിയ മോശം പ്രൊഡക്റ്റൊന്നല്ല. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലും ഇത് ഉപയോഗിക്കാം. അതായത് ഡോഗ്സ് എവിടെയാണ് കിടക്കുന്നത് അവിടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ. സോ ഡെറ്റോളും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഡോഗ്സ് കിടക്കുന്നിടത്ത് യൂസ് ചെയ്യരുത്. അതായത് ഇപ്പം റൂമിൻ്റെ ഉള്ളിലാണ് ഡോഗ്സ് കിടക്കുന്നുണ്ടെങ്കിൽ ആ റൂം നിങ്ങൾ കെന്നൽ വാഷ് ഉപയോഗിച്ച് കഴുകാൻ നോക്കുക. അതായത് അല്ലെങ്കിൽ നിങ്ങൾ ഡെറ്റോളോ ലിസോളോ അങ്ങനെ കുറേ പ്രൊഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. അതായത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ടൈലും കാര്യങ്ങളും വൃത്തിയാക്കാൻ തുടക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഡോഗ്സിൻ്റെ കൂട്ടിലോ അല്ലെങ്കിൽ ഡോഗ്സ് കിടക്കുന്ന സ്ഥലത്തോ ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ പറയാം സ്കിൻ ഇഷ്യൂ വന്നിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ വാങ്ങാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ വാങ്ങി യൂസ് ചെയ്താൽ, അതായത് ഇതൊക്കെ യൂസ് ചെയ്താൽ നമ്മളെ ഡോഗിനെ അത്രയും കംഫേർട്ടായിരിക്കും. ഓക്കെ. അത്രയും കംഫേർട്ടാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ. അതായത് ഇത് അവരുടെ ബോഡീനെ എന്തായാലും മോശം രീതിയിൽ ബാധിക്കൂല. ഷാമ്പുവും ഇങ്ങനത്തെ കെനൽ വാഷൊക്കെ. സോ ആ കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു ഡോഗ്സിനെ വളർത്തുന്ന ആളാണെങ്കിൽ, ഒരു ഡോഗിനെ വളർത്തുന്ന ആളാണെങ്കിലും ഒക്കെ. അപ്പം അങ്ങനെയാണ്. പിന്നെ ഡോഗിനെ വളർത്തുന്ന വെച്ചാൽ ചെറിയ പണിയല്ല. ഡോഗ്സിനെ വാങ്ങാൻ നിൽക്കുന്നവരോട് ഞാൻ പറയാം, ചെറിയ പണിയല്ല. നമ്മൾ ഡോഗ്സിനെ ആരെങ്കിലും വീട്ടിൽ നോക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ഡോഗ്സിനെ വാങ്ങി വളർത്തുക. അതായത് നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഡോഗ്സിനെ വളർത്തുന്നതുകൊണ്ടുള്ള ഇതല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഡോഗ്സിനെ നിങ്ങളുടെ വീട്ടിലാക്കിയിട്ട് വേറെ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ട്രിപ്പോ അങ്ങനെ ഫാമിലി ആയിട്ട് പോകാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഡോഗ്സിനെ നോക്കാൻ ആളില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല. സോ ആ കാര്യങ്ങളോട് നിങ്ങൾ നോക്കണം. പിന്നെ നിങ്ങളെ കൂടെ കൂട്ടാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കാറുണ്ടെങ്കിൽ കാറിൽ കൂട്ടി ട്രിപ്പ് പോകാൻ പറ്റുന്ന കുഴപ്പമില്ല. ഡോഗ്സിനെ അങ്ങനെ കൂട്ടാം. അങ്ങനെ കൂട്ടുന്നവരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ. പിന്നെ ഡോഗ്സ് കാറിലൊന്നും ഇരിക്കാത്ത ഡോഗ്സ് ആണെങ്കിൽ പിന്നെയും പണി കിട്ടും. അങ്ങനെയൊക്കെ. അതായത് നമ്മളൊരു അംഗത്തെ പോലെ നമ്മൾ ഡോഗ്സിനെ കാണേണ്ടി വരും. അത് കാണണം. ഓക്കെ. അങ്ങനെയാണ് സംഭവം. ഞാൻ കുറ്റം പറഞ്ഞതല്ല, അങ്ങനെയാണ്. ഡോഗ്സിനെ വളർത്തുമ്പോൾ അങ്ങനെ വളർത്തണം നമ്മൾ. അതായത് നമ്മളെ മാക്സിമം കൂട്ടിലിടാണ്ട് വളർത്തണം. പിന്നെ വെച്ചാൽ ഞാൻ അധികം കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തുക. അതായത് കൂട്ടിലെന്ന് വെച്ചാൽ അവൻ കൂട്ടിലൊന്നും കിടക്കാറില്ല. അവനൊരു ജസ്റ്റ് വലിയ നീളത്തിലുള്ളൊരു കേബിൾ റോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു നേരിയൊരു റോപ്പ്, അത് പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ അവന് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ഇവിടത്തേക്ക് പുറത്തേക്കൊക്കെ വരാം, സിറ്റ് ഔട്ടിലേക്ക് വരാൻ പറ്റും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വരെ പോകാൻ പറ്റും. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ പുള്ളിക്കാരന് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അത്രയും നീളമുള്ളൊരു വയറ് പോലത്തെ ഒരു സംഭവം. സോ അങ്ങനെയാണ്. അപ്പം നമ്മളിവിടെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ പഞ്ചായത്തിൽ നിൽക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സോ അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ
ഇങ്ങനെ ഇളക്കി വളർത്താത്ത. അല്ലെങ്കിൽ ഞാൻ ഇളക്കി വളർത്തിയേനെ. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടവും. ഓക്കെ, സോ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അപ്പം അടുത്ത വ്ളോഗിൽ നാളെ കാണാം. സോ ബൈ.